കരുണാർദ്ര സ്നേഹമൊഴുകും തിരുയാഗവേളയായി അഭിഷേക ശോഭ നിറയും അൾത്താരവേദി തന്നിൽ കരുണാർദ്ര സ്നേഹമൊഴുകും തിരുയാഗവേളയായി അഭിഷേക ശോഭ നിറയും അൾത്താരവേദി തന്നിൽ ദാനമായി യേശുനാഥൻ സ്വയമേകിടാൻ വീണ്ടും ഇന്നീ ബലിയിൽ ആഗതനായിടുന്നു. ദാനമായി യേശുനാഥൻ സ്വയമേകിടാൻ വീണ്ടും ഇന്നീ ബലിയിൽ ആഗതനായിടുന്നു. ഒരു നാം ഒരുമയോടെ ഒന്നു ചേരാം ഈ ബലിയിൽ അനുതാപത്തോടണി ചേരാം. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജന്മതിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ആദ്യമായിട്ട് ഞങ്ങൾ രണ്ട് കപ്പൂച്ചൻസിൻ്റെയും ഇവിടുത്തെ വികാരിയച്ഛൻ്റെയും പേരിൽ പ്രത്യേകമായിട്ട് അജിയച്ഛനും നിങ്ങളേവർക്കും പ്രത്യേകമായിട്ട് തിരുനാളിൻ്റെ മംഗളങ്ങൾ കൃത്യമായിട്ട് നേരുന്നു. എത്ര ഭാഗ്യം ചെയ്ത ജന്മമാണ് പരിശുദ്ധ അമ്മയുടെ ജന്മദിനം. ഇങ്ങനെയൊരു വ്യക്തി ജനിച്ചു എന്ന് പറയുന്നത് എത്ര അഭിമാനകരമാണ്. ഈ ഇടവകയിൽ നിന്ന് സംബന്ധിക്കുന്ന വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ജീവിക്കും നിങ്ങളുടെ ജന്മം എത്ര പുണ്യം ചെയ്ത ജന്മമാണ് ചിന്തിക്കുവാൻ ഇടവരുത്തട്ടത്തക്ക രീതിയിൽ ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവുമെല്ലാം ഈ വിശുദ്ധ കുർബാനയിൽ കൂടെ അമ്മയുടെ മാധ്യസ്ഥം ലഭിക്കട്ടെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അമ്മ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അവിടെ എത്തിച്ചേരാനായിട്ട് എൻ്റെ മകൻ പറയുന്നത് മാത്രം ചെയ്യുക. നമുക്ക് ഈശോ പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അമ്മ എത്തിയെടുത്തെത്തുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് കൃപ യാചിക്കാം, പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ അവർക്ക് തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നമുക്ക് ഭക്തിപൂർവ്വം ഈ വിശുദ്ധ കുർബാന ഒന്നിച്ചർപ്പിക്കാം. തിരുനാളിൽ കർത്താവരുളി കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീട ഒരുമയോടെ അർപ്പിക്കാം.
സർവേശ്വരു സ്തുതിഗീതം അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം ഉദ്ഘോഷിപ്പൂ സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ നെഞ്ചേത്തം നിറവേറണമേ ആവശ്യകമാഹാരം ഞങ്ങൾക്കെന്നരുളിയിടണമേ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ ദൃഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ സ്തുതിയെന്നേക്കും ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം സ്വർഗസ്ഥിതരാം താരാനിൻ സ്തുതി തന്നെ സ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവ
ജനരാശികളുടെ മധ്യേയ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജലത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. അതുപോലെ ആമേനാമേനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായി എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. മധ്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീയരുളുന്നു. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ്വരാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം ആവർത്തിയേ, കാരുണ്യം നീ ചൊരിയണമേ. എൻ്റെ സഹോദരനെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 17-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. ഗുരുവചനം. ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നത് വിളിക്കേണ്ടത്. അവളുടെ പേര് സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും, അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും, അവൾ ജനതകളുടെ മാതാവാകും. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പോൾ അബ്രാഹാം കമിഴ്ന്നു വീണ് ചിരിച്ചുകൊണ്ട് നാമഗതം ചെയ്തു. 100 വയസ്സ് തികഞ്ഞവന് കുഞ്ഞ് ജനിക്കുമോ? 90 വയസ്സായ സാറ ഇനി പ്രസവിക്കുമോ? അബ്രാഹാം ദൈവത്തോട് പറഞ്ഞു, ഇസ്രായേൽ അങ്ങയുടെ തിരുമുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി. ദൈവം അരുൾ ചെയ്തു, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം.
വെളിപാടിൻ്റെ പുസ്തകങ്ങൾ വായന 12-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങൾ. ഒരു ആശംസ. മിശിഹാ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കൂടി കാണപ്പെട്ടു. ഇതാ, അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടം. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തു നിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് നണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംഹരിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. നമ്മുടെ ജീവനരുളും വചനം ലോകമഖിലം നൽകാം. ദൈവശക്തിയിൽ നിറയൂ യേശുവിൻ പ്രിയജനമേ. ജീവനരുളും വചനം ലോകമഖിലം നൽകാം. ദൈവശക്തിയിൽ നിറയൂ യേശുവിൻ പ്രിയജനമേ. ശ്വാസത്തിന്റെ പരിചയവേണ്ടേ ആത്മവാർന്ന വാഴ്വരിച്ച് യേശുനാഥന്റെ പടയാളികളും പോകാനണി ചേരൂ. വിലക്കാരും വളരെ വിരളം. നിലവിന്റെ നാഥാവേ, എന്നെ അയക്കണമേ. വിലക്കാരും വളരെ വിരളം. വിളവിന്റെ നാഥാവേ, എന്നെ അയക്കണമേ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ 10 വരെ. 3-ാം ദിവസം ഗലീലയിലെ കാനായിലെ വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം 10ഓളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ എടുത്തുകൊണ്ട് ചെല്ലുവിൻ അവർ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നതരുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. മെസ്സിഹായിൽ സ്നേഹമുള്ള അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാ മംഗള
പരിശുദ്ധ അമ്മ സുവിശേഷത്തിൽ ഏറ്റവും അവസാനം പറയുന്ന വാക്യം ഇതാണ്. നമ്മളിന്ന് വായിച്ചു കേട്ട വാക്യം, അവൻ പറയുന്നത് പോലെ നിങ്ങളും ചെയ്യുക. എന്താണ് ഈശോ നമ്മളോട് പറയുന്നത്? ലേവിയുടെ പുസ്തകത്തിൽ മോശ ഓരോ നിയമവും നൽകിയതിനു ശേഷം, ഓരോ ശുദ്ധീകരണ സംബന്ധമായ നിയമങ്ങൾ നൽകിയതിനു ശേഷം മോശ അതിനെ അടിസ്ഥാനപ്പെടുത്തുന്ന വാക്യം ഇതാണ്: നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടു തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവ് ദൈവത്തിനു ബലിയർപ്പിപ്പൂ.
പുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപകടത്തിൽ സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ചു ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ ആശ്രയമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൊടുക്കും, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ആരാധനയുടെ സമയമീതാ, സ്വർഗം തുറക്കുന്ന സമയമീതാ. ഈശോയും ഈ ബലിവേദിയും കനിവോടെ നോക്കൂ ഈ അൾത്താരയിൽ, കനിവോടെ നോക്കൂ ഈ അൾത്താരയിൽ. ഞങ്ങളെല്ലാവരും ഉയർന്നെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപത്തിന് ഇടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്നുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവ്വേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിലും അവന്റെ സൈനികളിലും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും
ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. പോലെ
പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളെ ആവശ്യകാലങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ നിന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയിടും രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം പരനിര ചൊരിയട്ടെ. കുരിശടയാ വഴിയായി നാം സംരക്ഷിതരാ തീരത്തി മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴുമേ കൊള്ളുകയും ഇത് പ്രത്യേകിച്ച് നന്ദി പറയേണ്ടതില്ല, നിങ്ങൾ ഓരോരുത്തരുമാണ്. ആരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, കാരണം ഈ ദിവസങ്ങളിൽ അധ്വാനിച്ചിട്ടുള്ളവർ ഏറെയാണ്. പ്രസിദ്ധന്തിമാരായിരുന്ന ഒത്തിരി പേർ, പ്രസിദ്ധന്തിമാരാകാൻ വേണ്ടി മുന്നോട്ട് വന്നവർ ഒത്തിരി പേരുണ്ട്. മദർ തെരേസ വാർഡിൽപ്പെട്ട 23ഓളം കുടുംബങ്ങളാണ് അതിന് മുന്നിട്ട് വന്നത്. അതിനു പുറമെ ഈ ദിവസം മനോഹരമാക്കാൻ വേണ്ടി പ്രയത്നിച്ച ഗായക സംഘം, ദെൻ ചെണ്ടമേളത്തിൻ്റെ ഒരു ഗ്രൂപ്പ്, അതിനുമപ്പുറം ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടി ഓടി നടന്നവർ, ഇനി ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഏറെ അധ്വാനിച്ചവർ, അഴിച്ച് കുത്തി മാറ്റി സമയമൊക്കെ പോയി എങ്കിൽ പോലും യാതൊരു ബുദ്ധിമുട്ടും കാണിക്കാതെ അതിനുവേണ്ടി പ്രവർത്തിച്ചവർ, പിന്നെ നമ്മുടെ കുഞ്ഞുമക്കൾ പ്രാർത്ഥനകളൊക്കെ ഏറ്റവും സജീവമാക്കാൻ അവർ കടന്നു വന്നിരുന്നു.